വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ചന്ദ്ര പറയുന്നുണ്ട്, ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിൽക്കുകയാണ് ഏട്ടാ, പ്രകാശാണെങ്കിലും മറന്നു വെച്ച കവർ എടുക്കാൻ പോയി, എന്നിട്ട് ഇത്ര നേരമായിട്ടും വന്നില്ല, ഫോൺ പോലും കൊണ്ടുപോയിട്ടില്ല, എനിക്ക് പേടിയാവുന്നു പറയുമ്പോൾ, നീ പേടിക്കണ്ട, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടത്തേക്ക് വരാം, പിന്നെ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ അയച്ചേക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് ഈ കുട്ടികളോട് ശിവൻ പറയുന്നുണ്ട്, നമ്മുടെ പോക്ക് നാളത്തേക്ക് മാറ്റി വെച്ചാലോ. അന്നേരം പപ്പി പറയുന്നുണ്ട്, ഇല്ല പറ്റില്ല, ഇന്ന് തന്നെ പോകണമെന്ന് പറയുകയാണ്. അന്നേരം റാണി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശിവേട്ടാൻ ചോദിക്കുമ്പോൾ, പ്രകാശനാണെങ്കിലും മറന്നു വെച്ച കവർ എടുക്കാൻ പോയിട്ട് ഇതുവരെ എത്തിയില്ല, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്നിങ്ങനെ പറയുമ്പോൾ കുട്ടികളോടും പറയുന്നുണ്ട്, ഞാൻ പ്രകാശെങ്കിലും നോക്കിയിട്ട് പെട്ടെന്ന് വരാം. അന്നേരം വരുമല്ലോ എന്ന് പപ്പി സത്യം ചോദിക്കുക. അന്നേരം തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് നെറ്റിയിലേക്ക് മാറി മാറി മുത്തോ കൊടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോവുകയാണ് ശിവൻ. അന്നേരം എന്നാൽ ഈ പ്രകാശങ്ങൾ എവിടെ പോയായിരിക്കും, ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കുക എന്നൊക്കെ കുട്ടികൾ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ ശാലിനിയാണെങ്കിൽ ജോണിനെ തൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു വരുന്നുണ്ട്. എന്നിട്ട് അങ്ങ് പൊട്ടിത്തെറിച്ച് ആകെ ദേഷ്യപ്പെടുകയാണ്. ജോണിനോട് ആര് പറഞ്ഞു എൻ്റെ ക്യാബിനിൽ വരുന്ന എൻ്റെ ചേച്ചിയാണ് വന്നത്, അപ്പോൾ എന്നെ കാണാൻ വരുന്നവരെ ആക്ഷേപിച്ച് ഹരാസ് ചെയ്ത് വിടാനൊക്കെ ആരാണ് പറഞ്ഞത്, അതോ ഇനി മോളിൽ നിന്നുള്ള ഓർഡർ വല്ലതും ഉണ്ടോ, എന്നെ ഇഷ്ടമുള്ളവരാണ്, എനിക്ക് ആവശ്യമുള്ളവരാണ് എന്നെ കാണാനായിട്ട് വരുന്നത്, അതിലിടപെടാൻ ജോണിന് ആരാണ് അധികാരം തന്നതെന്ന് പറഞ്ഞ് ശാലിനി ആകെ ദേഷ്യപ്പെട്ടങ്ങ് അലറി വിളിച്ച് സംസാരിക്കുകയാണ്. അന്നേരം ജോണൊന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം അവസാനം എന്താണോ ഒന്നും പറയാത്തതെന്ന് പറഞ്ഞ് ആ ഷൗട്ട് ചെയ്താണ് ശാലിനി സംസാരിക്കുന്നത്. ആ ഒരു ശാലിനിയുടെ ആ ശബ്ദത്തിൻ്റെ ഉറച്ചയിൽ ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ ജോൺ നിൽക്കുകയാണ്. അന്നേരം അത് മാഡത്തിൻ്റെ ക്യാബിനിൽ കയറി, ഇപ്പോൾ അത് മാഡത്തിൻ്റെ ചേച്ചിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ആ ഒരു മുഷിഞ്ഞ വേഷവും ഒരു വേഷവിധാനമൊക്കെ കണ്ടിട്ട് തലയ്ക്ക് സുഖമില്ലാത്ത ഏതൊരു സ്ത്രീയാണെന്നാണ് കരുതിയത്, അപ്പോൾ ക്യാബിനിൽ കയറി സാധനങ്ങളൊക്കെ നശിപ്പിക്കുമെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ഇടപെട്ടതെന്ന് പറയുമ്പോൾ, ഓ കറകളഞ്ഞ പിന്നെ സഹപ്രവർത്തകനല്ലേ, എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ജോലിയോടുള്ള കൂറ് ഉത്തരവാദിത്വം, വേറൊരു പേര് കൂടി പറയുമല്ലോ, ഓ അർപ്പണ മനോഭാവം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശാലിനി കളിയാക്കുന്നുണ്ട്. എന്നാലും താൻ ചെയ്തത് വളരെ മോശമായി പോയി, ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് സോറി മാഡം എനിക്കറിയില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അനുപല്ലവി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം പറയാം, നേരത്തെ പറഞ്ഞതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അനു പറഞ്ഞല്ലോ എൻ്റെ ചേച്ചിയാണ് എന്നുള്ളത്, എന്നിട്ടും താൻ അങ്ങനെ പെരുമാറിയല്ലോ എന്ന് പറയുകയാണ്. എന്തായാലും തൻ്റെ ആ ഒരു ശീലം മാറാനായിട്ട് പോകുന്നില്ല, തന്നെ ഞാൻ എന്താ വിളിക്കേണ്ടതെന്നും പറഞ്ഞ് കുറേ ചീത്തവാക്കുകളൊക്കെ അവിടെ ശാലിനിയാണെങ്കിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ ജോൺ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുള്ളൂ. കൂടെ അനുപല്ലവി ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ നല്ല ഭാഷയിൽ സ്നേഹത്തോടു കൂടി പറയുകയാണ്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുമ്പോൾ ജോൺ അവിടെ തന്നെ നിൽക്കുകയാണ്. അന്നേരം ഇറങ്ങിപ്പോടോ എന്നിങ്ങനെ രണ്ടാമത് ശാലിനി ഷൗട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ജോൺ ആണെങ്കിൽ ആകെ മാനം കെട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അനുപല്ലവി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആകെ ഹരാസ് ചെയ്ത് ആകെ ഷൗട്ട് ചെയ്താണ് ജോണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. തൻ്റെ ശീലം ജന്മന ഉള്ളതാണ്, അതെന്തായാലും തൻ്റെ രക്തത്തിൽ അലിഞ്ഞു പോയി, എത്രയൊക്കെ പറഞ്ഞാലും താൻ കേൾക്കില്ല, താൻ ഒരു അവസരവും പാഴാക്കില്ല എന്നൊക്കെ കുറേ ഷൗട്ട് ചെയ്തിട്ടാണ് ജോണിനെ പറഞ്ഞു വിടുന്നത്. അത് നന്നായിട്ട് ഏൽക്കുന്നുമുണ്ട് ജോണിനാണെങ്കിൽ. അന്നേരം അതിനുശേഷം ജോൺ പോയ ശേഷം ഇങ്ങനെ ശാലിനി ഇങ്ങനെ എടുക്കുകയാണ്. ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ മാനസികാവസ്ഥയെ കുറ്റം പറയാനും പറ്റില്ല, കുഞ്ഞ് നഷ്ടപ്പെട്ട വേദന എന്താണെന്ന് എനിക്കറിയാം, ഇനിയിപ്പോൾ എങ്ങോട്ട് പോയി കാണും എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ റസാക്കിനെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന് നഷ്ടപ്പെട്ടത് കേസ് റസാക്കിന് അറിയാമല്ലോ, അത് കുഞ്ഞിനെ തിരക്കി ചേച്ചി കളക്ട്രേറ്റിൽ വന്നതിന് ഞാൻ ഇല്ലായിരുന്നു, ഇപ്പോൾ എങ്ങോട്ടാണ് പോയത് എന്താണെന്നൊന്നും അറിയില്ല, ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് എടുത്ത് റസാക്ക് ഒന്ന് അന്വേഷിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഷുവർ മാഡം തീർച്ചയായിട്ടും അന്വേഷിക്കാം, ചേച്ചിയുടെ ഒരു ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അയച്ചുതരാം, എല്ലാ സ്റ്റേഷനിലേക്ക് ഞാൻ സെൻഡ് ചെയ്യാം, എല്ലാവരോടും പറയാം, അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അന്നേരം താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അന്നേരവും ശാലിനി ഇങ്ങനെ ആകെ ദേഷ്യത്തിനും സങ്കടത്തിലും ഒക്കെയാണ്. ആ ഒരു ശാരിക അവിടെ നിന്ന് ഇറക്കി വിട്ട ആ ജോണിനുള്ള ദേഷ്യവും പിന്നീട് ശാരിയെ കാണാത്ത സങ്കടമൊക്കെയാണ് ശാലിനിയുടെ മുഖത്തുള്ളത്. ഇതേസമയം രാഘവൻ നായരാണെങ്കിൽ അവിടെ വീടിൻ്റെ ഉമ്മറത്തിറങ്ങി അങ്ങനെ സോപാനത്തിൻ്റെ ആ ഒരു തിണ്ണയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ഭാമയാണെങ്കിൽ അന്വേഷിച്ച് വരികയാണ്. അതേസമയം രാഘവൻ നായർ ആലോചിക്കുകയാണ്, അന്ന് അവസാനം വിഷ്ണു പോകുന്നതിന് മുന്നേ ഒരുമിച്ച് എല്ലാവരും കൂടി ഹാളിൽ കിടക്കണമെന്ന് പറഞ്ഞതും എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭാമ വരുന്നത്. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു, എന്താ ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ എല്ലാം തന്നിഷ്ടമല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടം, എൻ്റെ ഇഷ്ടത്തിന് യാതൊരു വിലയില്ലല്ലോ, മോനെയും മരുമകളെയും പിന്നെ കൊച്ചുമക്കളെ കാണണമെങ്കിൽ ഓരോരുത്തരുടെ അനുവാദം വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവേട്ടാണെങ്കിൽ രാഘവേട്ടൻ്റെ ഒരു ഇതിലാണ്, രാഘവേട്ടൻ കാണുന്നത് പോലെയല്ല ജീവിതം, ചുറ്റും വേറെ ലോകമാണ്, അത് മനസ്സിലാക്കുക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ കുറേ ഉപദേശമൊന്നുമല്ല പറയുകയാണ്. അന്നേരം തീർന്നോ നിൻ്റെ സാരോപദേശം, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, ഇങ്ങനെ ഓതി തന്ന് പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, എനിക്ക് എൻ്റെ കടമ നിർവഹിക്കാനായിട്ട് കയറിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം കുഴി വെട്ടി അങ്ങോട്ട് മൂട്, അല്ല പിന്നെ എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എനിക്ക് പിന്നെ നീ എന്താ ശാലിനിയെ പിന്നെ മക്കളെയൊക്കെ ഒന്ന് കാണണം, അല്ലാതെ ഒന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ, ശാലിനിയെക്കുറിച്ച് ഇവിടെ മിണ്ടിപ്പോകരുത്, അവളുടെ സർവ്വനാശം കാണാതെ എനിക്കിനി വിശ്രമമില്ല എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുക. അന്നേരം നീ എന്തിനാ ഭാമ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം അവളാണെങ്കിലേ അവൾ നമ്മുടെ മോനെ കൊന്നവളാണ്, മോനെ ഇല്ലാതാക്കിയവളാണ്,
ഡോക്ടറാണ്, അതുകൊണ്ട് അവിടെ പിന്നെ കാര്യയുടെ മിണ്ടരുതെന്ന് പറയുമ്പോൾ എന്തിനാ ഭാമ നീ അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ മകൻ പിന്നെ വിഷ്ണു ഉണ്ടല്ലോ, ജീവനോടിരിക്കുന്ന വിഷ്ണുവിനെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് ആകെ സങ്കടവും കരച്ചിലൊക്കെ വരികയാണ്. രാഘവേട്ടനൊന്നും മനസ്സിലാക്കുക, രാഘവേട്ടൻ വിഷ്ണു എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന നമ്മുടെ മകനല്ല, നമ്മുടെ മകൻ നമ്മുടെ വിട്ട് പോയി, അവൻ മരിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ ഇങ്ങനെ ഇല്ലാത്തതൊന്നും പറയല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിനക്ക് എന്താ കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല, രാഘവേട്ടൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നുണ്ട്. രാഘവേട്ടൻ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. രാഘവേട്ടൻ്റെ ലോകത്ത് നിന്നൊന്ന് പുറത്തേക്ക് വാ, പിന്നെ നമ്മുടെ മകൻ വിഷ്ണു മരിച്ചു, രാഘവേട്ടൻ വിഷ്ണു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുന്ന ശിവനാണ്, മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ മകൻ ശിവൻ, നമ്മുടെ മകൻ വിഷ്ണു മരിച്ചു, അവൻ ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ പറയുമ്പോൾ രാഘവനാർക്ക് സങ്കടവും കരച്ചിലൊക്കെ ഒരു എന്നിട്ട് വേണം ഭാമയെ നീ ഇല്ലാത്തൊന്നും പറയരുത്, അവൻ ജീവനോടെ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, നിനക്കെന്തോ പ്രശ്നമുണ്ട്, നിൻ്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ട്, നീ പെട്ടെന്നൊരു ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ നിനക്ക് വട്ടായി പോകും, പിന്നെ ചികിത്സിക്കാൻ പറ്റില്ല, പിന്നെ ആളുകൾ നിന്നെ കല്ലെറിയും, എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാഘവനാർ അങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. ഭാമ പറയുകയാണ്, ഈശ്വര ഈ മനുഷ്യനെ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, എന്ത് പറഞ്ഞാലും മനസ്സിലാക്കുക, നമ്മുടെ മകൻ വിഷ്ണു മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവനാർ വിശ്വസിക്കാനായിട്ട് കൂട്ടാകുന്നില്ല. വീണ്ടും പറയുന്നുണ്ട്, നീ എന്നെ സങ്കടപ്പെടുത്തുന്ന ഒന്നും പറയില്ലേ, നിനക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ നേടുക, അതുകൊണ്ട് നീ ഒരു ഡോക്ടറെ കാണണം കേട്ടോ, എത്രയും പെട്ടെന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്ക് പിന്നെ ദേഷ്യവും സങ്കടം വരികയാണ്. ഭാമ പറയണം, ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, നിങ്ങളുടെ ലോകത്ത് തന്നെ നിങ്ങൾ ജീവിച്ചോ, അല്ലെങ്കിൽ കണ്ണും തുറന്ന് ചുറ്റും നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ അങ്ങ് അകത്തേക്ക് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കയറി പോവുകയാണ്. അന്നേരം ഭാമയെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്, നീ മോനെക്കുറിച്ച് എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ മരിച്ചാലേ എൻ്റെ ചിതയ്ക്ക് കൊള്ളി വയ്ക്കേണ്ടവനാണ് വിഷ്ണു, അവനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയില്ലേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൾക്ക് എന്താ നേട്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രാഘവനാർ, അതെങ്ങനെയാ ഈ അമ്മയുടെ മോനല്ലേ, അവനും വാശിയുണ്ട്, അവനും തിരിച്ചു വരില്ലല്ലോ എന്നും പറഞ്ഞ് വിഷമിച്ച് രാഘവനാർ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഭാമ പറയുന്ന ഒരു സത്യാവസ്ഥ ഉൾക്കൊള്ളാനായിട്ട് അവിടെ രാഘവനാർ തയ്യാറാകുന്നില്ല. ശിവനാണ് വിഷ്ണു അല്ല എന്ന് പറഞ്ഞിട്ടും രാഘവനാർ അത് മാത്രം വിശ്വസിക്കുന്നില്ല. പിന്നെ അവിടെ ചോദ്യമൊക്കെ വരും, വിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും ആ വീട്ടിലില്ലേ എന്നുള്ളത്, ആ ഫോട്ടോ കാണിച്ചാൽ അത് ആരാണെന്ന് ചോദിച്ചാലോ ഒക്കെ രാഘവനാരുടെ ഒരു മനസ്സിലേക്ക് ഓർമ്മകൾ ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും. വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും നിർത്തി വിഷ്ണുവിൻ്റെ ഫോട്ടോ കാണിച്ച് ശിവനെ നിർത്തി ചോദിക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാവും, അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല, അതൊക്കെ ഇനിയൊരു എപ്പിസോഡിലായിട്ട് വരുമായിരിക്കും. അതേസമയം ചന്ദ്ര വെയിറ്റ് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ശിവനാണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പറയാൻ, പ്രകാശ് പോയിട്ട് ഒത്തിരി നേരമായി ഇതുവരെ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവനൊരു ഡോക്ടറല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി വന്നു കാണും, ആരെങ്കിലും സഹായിക്കാനായിട്ട് പോയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ പോയി അന്വേഷിക്കാമെന്ന് പറയുകയാണ്. നീ ഞാൻ ഒരു ഓട്ടോ വിളിച്ചുതരാം, വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറയാം. അന്നേരം ഇല്ല, ഞാൻ കൂടി വരാമെന്ന് പറയുകയാണ്. അന്നേരം നീ വന്നിട്ട് എന്താ, അതിനൊക്കെ ഞാൻ അന്വേഷിച്ച് പൊയ്ക്കോളാം, നീ വീട്ടിലേക്ക് പൊയ്ക്കോ, പ്രകാശിനെയും കൊണ്ട് ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരും എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ആകപ്പാടെ ഒരു ആശ്വാസമാകുന്നുണ്ട്. ചന്ദ്ര കവറും അതൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അന്നേരം ശിവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുന്നുണ്ട്, നേരത്തെ കണ്ട ഒരു ആക്സിഡൻറ്റ് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഫോൺ എടുക്കുന്നുണ്ട് ശിവനാണെങ്കിൽ ഇങ്ങനെ ആരോ വിളിക്കാനായിട്ട്. എന്നിട്ട് ആ റോഡിലെ തളം കെട്ടി കിടക്കുന്ന രക്തമൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അത് പ്രകാശായിരിക്കും എന്നിങ്ങനെ ഒരു തോന്നൽ ശിവൻ്റെ മനസ്സിൽ വരികയാണ്. എന്നിട്ട് അയ്യോ പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ബുള്ളറ്റ് എടുത്ത് പോകുന്നത് കാണിക്കുന്നുണ്ട്. അതേസമയം ചന്ദ്രയാണെങ്കിൽ വീട്ടിലേക്ക് പോവുകയാണ്. ഓട്ടോയിലിരുന്നും ഈ പ്രകാശ് ഇതെവിടെ പോയതായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. അന്നേരം ശിവനും അവിടെ ആലോചിക്കുന്നുണ്ട്, അവിടെ നിന്നുകൊണ്ട് എന്തായാലും ചന്ദ്രയെ ഒറ്റയ്ക്കിരുത്തിയിട്ട് പ്രകാശ് അങ്ങനെ പോവില്ലല്ലോ, പെട്ടെന്ന് വരേണ്ടതാണല്ലോ, എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് ആലോചിച്ചിട്ടാണ് ആ ഒരു ആക്സിഡൻ്റൊക്കെ ശിവനിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്. അതേസമയം ശാരികയാണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് വരുന്നത്. അന്നിങ്ങനെ നടന്നിങ്ങനെ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ മുറ്റത്താണെങ്കിൽ SI ആ ഒരു സബ് ഇൻസ്പെക്ടറും കുറേ കോൺസ്റ്റബിളൊക്കെ നിൽക്കുന്നുണ്ട്. അന്നേരം എന്താ ആരെ കാണാനാണെന്ന് ചോദിക്കുന്നുണ്ട്. SI ആണ് ചോദിക്കുന്നത്. അന്നേരം എനിക്ക് CI സാറിനെ ഒന്ന് കാണണം, ഒരു പരാതി കൊടുക്കാനാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ അടിമുടി നോക്കുകയാണ്. അന്നേരം എനിക്ക് അപ്പോൾ പരാതി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ആർക്കെതിരെ പരാതിയും ചോദിക്കുമ്പോൾ കളക്ടർക്കെതിരെ, ജില്ലാ കളക്ടർ ശാലിനിക്കെതിരെ എന്ന് പറയുന്നുണ്ട്. അന്നേരം അടുത്തുനിന്ന് കോൺസ്റ്റബിൾ ഇങ്ങനെ ഈ ശാരികയുടെ ഭാഷയും പിന്നെ വേഷവും ഒക്കെ കണ്ടിട്ട് നോർമൽ എല്ലാം തോന്നുന്നു എന്ന് പറയുകയാണ്. അന്നേരം ഒന്ന് മാറി നിൽക്കണമെന്ന് SI വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരിക പറയുന്നുണ്ട്, കളക്ടർക്കെതിരെയാണ് പരാതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഒരു സംശയമൊക്കെ തോന്നിയിരിക്കാം, പക്ഷേ ഞാൻ ബാക്കി പറയുന്നത് കേൾക്കണം, നിങ്ങൾ കളക്ടർക്കെതിരെയാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം, ഞാൻ കളക്ടറുടെ ചേച്ചിയാണ്, ശാരികയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്താണ് നിങ്ങളുടെ പരാതിയും ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ മോളെ കാണാനില്ല, എൻ്റെ മോളെ കൊണ്ടുപോയി കളഞ്ഞു കളക്ടർ ശാലിനി, ഞാനൊരു അസുഖമായിരുന്നപ്പോൾ മോളെ നോക്കാനായിട്ട് ഏൽപ്പിച്ചതാണ്, ഇപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുകയാണ്. അതിന് കാണാനില്ലെന്നോ ഇങ്ങനെ SI ചോദിക്കുമ്പോൾ അത് കൊണ്ടുപോയി കളഞ്ഞു, ആർക്കോ വിറ്റതാണ്, അപ്പോൾ വിൽക്കുന്നത് കുറ്റകരമല്ലേ സാറേ, അപ്പോൾ കളക്ടർ ആയാലും അതിന് ശിക്ഷ കിട്ടില്ലേ, തൂക്കിക്കൊല്ലില്ലേ സാറേ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞും അല്ലാതെ സംസാരിച്ചും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ഇത് സംഭവം എന്തോ വശപ്പശ കാണുന്ന മനസ്സിലാവുന്നുണ്ട്. അന്നേരം എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും, നിങ്ങൾ അകത്തേക്ക് ചെല്ലുന്നോളൂ, പരാതി എഴുതി കൊടുത്തോളൂ എന്ന് പറഞ്ഞ് കോൺസ്റ്റബിളെയും കൂട്ടി അകത്തേക്ക് വിടുകയാണ്. എന്നിട്ട് SI ആണെങ്കിൽ നേരെ റസാക്കിനെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ കളക്ടറുടെ ചേച്ചി ഇവിടെ വന്നിട്ട്
വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അന്നേരം അവർ ശാരീരികമാണോ അവർ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ മാനസികമായിട്ട് അല്പം നോർമൽ അല്ലാത്തതാണോ എന്ന് ചോദിക്കുന്നു. അന്നേരം അതേന്ന് പറയുകയാണ്. അന്നേരം അവർ മാനസികമായിട്ട് അല്പം വീക്കാണ്, എന്ത് പറഞ്ഞു അവരെ അവിടെ പിടിച്ചെടുത്തണം, ഒരു 10 മിനിറ്റ് അതിനകം ഞാൻ എത്തുമെന്ന് പറയുമ്പോൾ ശരി സാർ വന്നിട്ട് അവരെ വിടുകയുള്ളൂ, ഞാൻ അവരെ പുറത്തേക്ക് വിടില്ല എന്നിങ്ങനെ SI പറയുന്നുണ്ട്. തുടർന്ന് ഈ റസാക്ക് വണ്ടിയിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം റസാക്ക് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. ശാലിനിയും കാറിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം മാഡം ശാലിക ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം അവിടെ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വന്നു മാഡം, എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വന്നാൽ ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് തീരുമാനിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആ ശരി ഞാൻ ഉടനെ എത്താമെന്ന് പറഞ്ഞിട്ട് ശാലിക രാമേട്ടനോട് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനായിട്ട് പറയുന്നുണ്ട്. ഇതേസമയം ശിവനാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അന്നേരം കമലിനാണെങ്കിൽ അവിടെ നിന്ന് ഓടിയിറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്താ സംഭവിച്ചത് ഇങ്ങനെ ശിവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രകാശിന് വണ്ടി ഇടിച്ചതാണ്, റോഡ് ക്രോസ് ചെയ്യായിരുന്നു, ഒരു കാറ് വന്ന് ഇടിച്ചതാണ്, പക്ഷേ കാർ ഏതാണെന്ന് അറിഞ്ഞില്ല, നിർത്താതെ പോയി, CCTV ഫുട്ടേജിലൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അത് കാറ് കണ്ടുപിടിക്കുകയല്ലല്ലോ നമുക്ക് ഇപ്പോഴത്തെ അത്യാവശ്യം. പ്രകാശിന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക, ആളിന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അത്രയും കുറച്ച് ടെൻഷൻ അടിച്ചാൽ മതിയല്ലോ എന്ന്. അന്നേരം ഡോക്ടർ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അകത്തേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ശിവനും കമലിനും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ഈ അറ്റൻഡറും ഒരു നഴ്സും കൂടി ഒരു സ്ട്രക്ചറിൽ ഒരു ബോഡി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അന്നേരം അത് നമ്മുടെ പ്രകാശൻ അത് മൊത്തം മൂടിയിരിക്കുകയാണ്. അന്നേരം ഡെഡ് ബോഡിയാണ്. അന്നേരം അത് നമ്മുടെ പ്രകാശനായിരിക്കില്ല എന്നിങ്ങനെ കമലൻ ശിവനെ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ചോദിക്കുന്നുണ്ട് ഇതെന്താ പറ്റിയാന്ന് ചോദിക്കുമ്പോൾ ആക്സിഡൻ്റ് ആണ്, ആൾ തീർന്നു എന്ന് ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശിവന് ആകെപ്പാടെ ടെൻഷൻ ആവുന്നുണ്ട്. അന്നേരം കമലൻ ചോദിക്കണം ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കുമ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് ആ മുഖത്തിൻ്റെ മൂടി ഇങ്ങനെ അങ്ങോട്ട് മാറ്റുന്നുണ്ട്. അന്നേരം പക്ഷേ അത് കാണിക്കുന്നില്ല, ശിവൻ്റെ മുഖമാണ് കാണിക്കുന്നത്. ശിവൻ ഇങ്ങനെ ആകെ വിളറി പിടിച്ച് നോക്കി നിൽക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് പ്രകാശാണോ അല്ലയോ എന്ന് നാളത്തെ എപ്പിസോഡിലേ അറിയത്തുള്ളൂ. പക്ഷേ അതിനുശേഷം നേരത്തെ വന്നൊരു പ്രൊമോയിൽ കമലൻ ശാലിനിയോട് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ പ്രകാശൻ പോയി എന്നുള്ളത്. അപ്പോൾ അവരത് കണ്ടിട്ടായിരിക്കണമല്ലോ പറയുന്നത്. അപ്പോൾ അത് മിക്കവാറും പ്രകാശനായിരിക്കും. ഇനി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നാളത്തെ എപ്പിസോഡ് വന്നാലേ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഹേന്ദ്രൻ്റെ ആ ഒരു ആൾക്കാർ തന്നെയാണ് പ്രകാശനെ ഇല്ലാതാക്കിയിരിക്കുന്നത്, ചന്ദ്രയെ തിരിച്ചു കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ബാക്കി ചന്ദ്രയൊക്കെ അറിയുമ്പോൾ ബാക്കി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.